കൃഷ്ണ സർവം കൃഷ്ണാർപ്പണസ്തു ജയ ശ്രീ രാധേ രാധേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധേ രാധേ രാധേ. ഞാൻ പറയാൻ പോണത് നാരായണീയം, അതായത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണീയം എന്ന അമൂല്യമായ ഒരു ഗ്രന്ഥം. അത് നമ്മൾ എല്ലാവരും വായിച്ച് പഠിച്ചിരിക്കണം. അതിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ, ഒരു ആചാര്യൻ്റെയോ ആചാര്യയുടെ കീഴിൽ നിന്ന്. പക്ഷെ അത് നമ്മൾ തെറ്റ് അതിൽ വരുത്താൻ പാടില്ല. അത് സംസ്കൃത ശ്ലോകമാണ്. ഓരോ തെറ്റുകൾക്കും ഓരോ അർത്ഥ വ്യത്യാസമുണ്ട്. അത് എല്ലാവരും വായിച്ച് പഠിച്ചിരിക്കണം. നാരായണൻ നമ്മൾ വായിച്ചു തുടങ്ങിയപ്പോൾ മാത്രമേ, പകുതി എത്തുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിൽ ഒരു പോസിറ്റീവ്നെസ് നമ്മൾക്ക് അറിയാൻ കഴിയും. എന്തെങ്കിലും നമ്മളുടെ ആ ശാരീരിക അസ്വസ്ഥകളും അസുഖങ്ങളൊക്കെ നമ്മളെ നാരായണീയം വായനയോടുകൂടി അതിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാവും. പല അനുഭവങ്ങളുമുണ്ട്. അതുകൊണ്ട് നാരായണീയം എല്ലാവരും വായിച്ചു തുടങ്ങണം. ഇപ്പം ഈ കലിയുഗത്തിലൊക്കെ നാരായണി, കാരണം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഒരു വാതരോഗിയായിരുന്നു. അവസാനം 100ാമത്തെ ദശകം എത്തിയപ്പോൾ ഭഗവാൻ ഭട്ടതിരിയുടെ വാതരോഗം മാറ്റി കൊടുത്തു. അപ്പം നമ്മളുടെ ശരീര സുഖത്തിന്, നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു പോകാൻ ഈ നാരായണീയം വായനയോടുകൂടി നമ്മൾക്ക് ഉണ്ടാകും. അത് വായിച്ച് നോക്കുന്നവർക്ക് തന്നെ അതറിയാം. വായിച്ചിപ്പോൾ ഒരുപാട് വായിച്ച് മനസ്സിലാക്കിയവർക്ക് അതിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ അത്ര നാരായണീയ ബുക്ക്, അതിൻ്റെ പദം പിരിവുണ്ട്. ആ 2 ബുക്സുകളും ഗുരുവായൂരിലോ ദേവി ഏതെങ്കിലും ബുക്ക് സ്റ്റോളിൽ കിട്ടും. അവിടെ നിന്ന് വായിച്ച് അത് നാരായണീയം എല്ലാവരും വായിച്ച് പഠിക്കണം. ഒരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ പഠിക്കണം. അപ്പം തെറ്റുകൂടാതെ നമുക്ക് വായിച്ച് പഠിക്കാൻ പറ്റും. ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ.